കില്ലർ സാന്റ വീണ്ടും നഗരത്തിൽ. സാന്റാക്ലോസ് വസ്ത്രധാരിയായ സീരിയൽ കില്ലർ നഗരത്തിൽ ഒരാളെ കൂടി കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇതും ചേർത്ത് 4 മരണങ്ങളാണ് ഇതുവരെ നഗരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരോടും ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകി സിറ്റി പോലീസ് കമ്മീഷണർ. ക്രിസ്മസ് കരോൾ വന്നാൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങാതെ ഇരിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. टुटूसे നോക്കട്ടെ നോക്കട്ടെ എന്നിട്ട് കാണിക്ക്. എന്റെ ഈശ്വര, ഇന്ന് ആരുടെ കയ്യിൽ നിന്നാ കിട്ടിയത്? ആ മനോഹരന്റെ കയ്യിൽ നിന്നായിരിക്കും. ഞാൻ പറഞ്ഞതല്ലേ അങ്ങേരുടെ പറമ്പിൽ തേങ്ങ വീണ് അത് എടുക്കാൻ പോരുതെന്ന്. ആ തേങ്ങ എങ്ങനെ തന്റെ തലയിൽ വീണിരുന്നെങ്കിലോ? അങ്ങനെ കണ്ട തേങ്ങ വീണ് പൊളിയുന്നതല്ല എന്റെ തല. ഇതാ മനോഹരനല്ല, ടുട്ടൂസ. നന്നായി പോയി. അവൻ ഉറങ്ങുന്ന സമയത്ത് വെറുപ്പിക്കാൻ ചെന്നിട്ടല്ലേ? ഉറങ്ങി കിടക്കുമ്പോ അവന്റെ അടുത്ത് ചെന്ന അടുത്ത പശുവിന്റെ അടുത്ത് പാല് ഇറക്കാൻ ചെന്ന പോലെയാ. അവൻ എവിടെയാ പാല്? ഞാനൊരു ഉപമ പറഞ്ഞല്ലേടി. നിങ്ങൾ ഇങ്ങനെ ഉപമ പറഞ്ഞു നടന്നോ? നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ നാട്ടിൽ സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ട്? ഇപ്പഴേ എനിക്ക് ഇത്തിരി സമാധാനായത്. ഇനി വൃത്തിയായിട്ട സീരിയലൊന്നും കാണണ്ടല്ലോ. എന്റെ മനുഷ്യ, ഈ സീരിയൽ കില്ലർ എന്ന് പറഞ്ഞാല് ആൾക്കാരെ കൊല്ലുന്ന ആളാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഇനി രാത്രി പുറത്തിറങ്ങി നടക്കരുത്. അവൻ എന്നെ കൊല്ലാൻ എന്നെ കൊല്ലാനായിട്ട് അവൻ എന്റെ മുന്നിലെങ്ങാനും വന്ന് പെട്ടാണ്ടല്ലോ, അവനെ ഞാൻ ചൂണ്ടുമർമ്മത്തി നിർത്തും. ചൂണ്ടുമർമ്മം? നിങ്ങള് ചൂണ്ടാൻ ഒരു മർമ്മം പോലും ഇല്ലാത്ത നിങ്ങളാണോ ഇനി ചൂണ്ടുമർമ്മത്തിൽ നിർത്താൻ പോണത്? ഓ, നീ തിരിച്ചു വന്നോ? ഞാൻ വിചാരിച്ചു നീ ഓടിയ ഓട്ടത്തിൽ നാട് വിട്ടു പോയി കാണുന്നു. ആ മോനെ, കഴിക്കാം. എന്റെ പാലും പഴം ഇടാ അമ്മായി. ഇപ്പൊ കൊണ്ടുവരാം മോനെ. ദിവസവും പാലും പഴവും കേറ്റ ഇവനെന്താ തത്തമ്മയോ? അവൻ കഴിച്ചോട്ടെ. കണ്ണിന് വേദന ഉണ്ടോ അമ്മാവ? ഏയ്, നല്ല സുഖമല്ലേ. നീ എന്തിനാടാ പോത്ത എന്റെ കണ്ണിലിടിച്ചത്? അമ്മാവൻ എന്തിനാ അവിടെ വരാൻ പോയി? ഞാൻ വിചാരിച്ച കില്ലർ ക്രിസ്മസ് അപ്പൂപ്പനാന്ന്. എടാ, നീ ക്രിസ്മസ് അപ്പൂപ്പനോട് ഇങ്ങനെയാണെ സ്വന്തം അപ്പൂപ്പനോട് എങ്ങനെയായിരിക്കൂടാ? സോറി അമ്മാവ. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ വന്നത്. എന്ത് കാര്യം അമ്മാവ? ഞാൻ ഉറങ്ങിയിട്ട് കുറെ ദിവസമായി. ഞാനും. അതെന്താ? ചൂടിന്റെ അമ്മാവ. ഞാൻ പറഞ്ഞില്ല അമ്മാവനോട് എന്റെ റൂമിൽ ഒരു AC പിടിപ്പിച്ചു തരണം. അവന്റെ ഒരു AC. എടാ, നീയേ OC. ഇനി നിനക്കൊരു AC കൂടെ വാങ്ങി തന്നിട്ട് വേണം ഞാൻ ഊശിയാവാൻ. എടാ മോനെ ടുട്ടൂസേ. എന്താ അമ്മാവ? എനിക്ക് അവളെ കാണാതെ എന്റെ മനസ്സിലൊരു വിങ്ങല്. ആരെ? രമണി ചേച്ചിനെ കഴിഞ്ഞ ആഴ്ച കൂടി കണ്ടിട്ടല്ലോ. എടാ മിണ്ടാതിരിയടാ, അവള് കേൾക്കും. എന്താ അമ്മാവനും മരുമാനും കൂടി ഒരു ഗൂഢാലോചന? അതെ അമ്മായി, അമ്മാവന് രമണി ചേച്ചിനെ കാണാനായിട്ട് ഉറക്കം വരും. രമണി ചേച്ചിയോ? അതേതാ? അമ്മായി അറിയില്ല? അമ്മാവന്റെ എക്സ്. പോടാർന്ന് അവന്റെ ഒരു എക്സും വയ്യോ. ഞാൻ നമ്മുടെ മോള് ശാലുവിന്റെ കാര്യമാണ് പറഞ്ഞത്. അവളെ കാണാതെ എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു വരികയായിരുന്നു. നമ്മുടെ മോൾ ആ ഹരിയുടെ കൂടെ ഒളിച്ചോടിയിട്ട് ഇന്നേക്ക് 3 വർഷമായി. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത് അവർ രണ്ടുപേരും വിളിച്ചിട്ട് വരാൻ? നിങ്ങൾ കേൾക്കാത്തോണ്ടല്ലേ? മക്കൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ നമ്മൾ വേണ്ട അതൊക്കെ ക്ഷമിക്കാൻ. ഞാൻ ഏതായാലും അവളെ ഇങ്ങ് വിളിച്ചോണ്ട് വരാൻ തീരുമാനിച്ചു. നമ്മളെ മോളെ മാത്രോ? അവന്. അതിന് അവർ രണ്ടുപേരും ഇപ്പൊ എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? അത് ശരിയാണല്ലോ. അല്ല, അവന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അവന്റെ പേര്? നാസർ അല്ലേ? നാസർ. അവനെ പൊക്കിയാ പോരെ? നമുക്ക് കാര്യങ്ങൾ അറിയാലോ, അവരെവിടെയാ താമസിക്കുന്നതെന്നൊക്കെ. എടാ മോനെ ടുട്ടൂസേ, എന്താ അമ്മാവ? ആ നാസറിനെ ഇങ്ങ് പൊക്കിയേക്ക്. ഓക്കെ അമ്മാവ. ആരാ? കില്ലർ സാന്റ. കില്ലർ സാന്റ. അയ്യേ, നാസർ. കില്ലർ സാന്റന്ന് വരച്ചില്ലേ? എടാ, ഈ ഓടങ്കര മൂലയിൽ ഏത് സാന്റ വരാനാ? അതൊക്കെ അങ്ങ് ടൗണില് ഞങ്ങൾ മാറുന്നത്. ഇറങ്ങണ പുറത്ത്. എടാ, വീട്ടിലേക്ക് കയറി വരുന്ന മഹാലക്ഷ്മി നീ വെറുതെ ചവിട്ടി പുറത്താക്കരുത്. മഹാലക്ഷ്മിയോ? അപ്പൊ നീ ഒറ്റയ്ക്കല്ലേ വന്നേ? ഇതേ കണ്ട പെണ്ണുങ്ങളൊന്നും വീട്ടിൽ കയറാൻ പറ്റില്ല. മര്യാദ ഇറങ്ങിക്കോ. എടാ എടാ നിന്റെ വൈഫ് UK പോയ ശാലു എന്ത് പറയുന്നു? എന്താ കാര്യം? നീ എന്നാ UK പോകുന്നത്? ശരിയായ ഉടനെ പോവും. നീ എന്തിനാടാ പോകുന്ന അവിടെ? എടാ, അവിടെ മനസ്സമാനത്തോടെ ജീവിക്കല്ലേ.
നീ അവിടെ പോയിട്ട് നീ എന്തുണ്ടാക്കാനാ? എടാ അവിടെ പണിയെടുക്കാണ് ജീവിക്കുന്ന എന്നെ പോലത്തെ ആമ്പിളർക്ക് വെറുതെ ചീത്തപ്പേരുണ്ടാക്കുന്നത്. ദുബായിൽ എന്റെ ജോലി പോയി, നാട്ടിൽ എന്തെങ്കിലും ചോദിച്ചാൽ കയ്യിൽ 5 പൈസ ഇല്ല, പിന്നെ ഞാൻ അവിടെ കിടന്ന് തെണ്ടണോ? നീ തെണ്ടൊന്നും വേണ്ട. എന്റെ അമ്മായിപ്പല്ലേ ആ കിളവൻ, ആളിൽ പൂത്ത മണീസില്ലേ, അവിടെ വെച്ചോപ്പരെ. ആ മണീസും ചോദിച്ചാൽ അങ്ങോട്ട് ചെല്ല്, അയാൾ കൊണ്ടുപോക്കി കാണിച്ചു. അയ്യേ, നിനക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. നിന്റെ അമ്മായിപ്പൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോകുന്നു. അതിന് അയാൾക്ക് എങ്ങനെയാ ഞാൻ ഇവിടെ ഉണ്ടെന്ന്? എടാ ഞാൻ പറഞ്ഞു കൊടുത്തടാ. എടാ എടാ ഞാൻ പറയുന്നത് കേട്ട് നീ എവിടെ വെച്ചാ പോയിക്കോ. ഷഡിന്ന് കേട്ടോ. അയ്യേ ഷെഡിയ പറഞ്ഞു തുടങ്ങി. എടാ ആ കിളവനും മണ്ടൻ ടുട്ടൂസും കൂടി എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? എല്ലാം മറന്ന് നിങ്ങളോട് ക്രിസ്മസ് ആഘോഷിക്കാൻ. എടാ നിങ്ങളെയും കൂട്ടി വീട്ടിലെ തിരിച്ചു കൊണ്ടുപോവാൻ. ആ അയ്യോ എടാ, അതിന് അവളിവിടെ ഇല്ലല്ലോ. അതാണ് ടെസ്റ്റ്. എടാ അവൾ ഇവിടെ ഇല്ലാത്ത കാര്യം ഞാൻ അയാളോട് പറഞ്ഞിട്ടില്ല. എടാ അയാൾ വരട്ടെ, ആഘോഷിക്കട്ടെ. അവൾ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു കുറവ് പോലും നമ്മൾ രണ്ടുപേരും അറിയിക്കരുത്. അങ്ങനെ വന്ന അമ്മായപ്പനും മരുമകനായ നിങ്ങൾ 2 ദിവസം കൊണ്ട് അച്ഛനും മകനായി മാറും. അപ്പൊ അയാൾക്ക് നിന്നോടുള്ള ദേഷ്യം എല്ലാം മാറും. എന്നിട്ട് അയാളെ സ്വത്തെല്ലാം എനിക്ക് തരും. അല്ല നിനക്ക് തരും. അതിലെന്തെങ്കിലും തന്നാ മതി. ബാക്കിയെല്ലാം നീ ബിസിനസ് ചെയ്ത് തുലച്ചോടാ. നീ സത്യം തന്നെയാണോടാ ഈ പറയുന്നത്? എടാ ഉമ്മയാണ് സത്യം. നോക്ക് നീ അയാളെ നന്നായിട്ട് സൂചിപ്പിച്ചാ മതി. അമ്മായപ്പൻ രീതിയിൽ സൂചിപ്പിച്ചാ മതിന്ന്. പിന്നെ നീ ആരാ? എടാ രാജാവില്ലേ, രാജാവ്. കിളവന്റെ ബാങ്ക് ബാലൻസ് എത്ര നിനക്കറിയോ? എത്ര? അല്ല എനിക്കും അറിയില്ല. അയാൾ വരട്ടെ, നമുക്ക് ചോദിച്ചു നോക്കാം. ഇതൊന്നും ചിന്തിക്കണ്ട, നിന്റെ പ്ലാനാണ്. നീ പറഞ്ഞോളം കൂടെ കേട്ടാ മതി. ഈ വന്നേ. എടാ ടുട്ടൂസേ, എന്താ അമ്മാവാ? വാതിൽ പൂട്ടി കിടക്കുകയാണല്ലോടാ. ഹാവു എന്നാ പോവാ വാ. നിക്കടാ അവിടെ. മുട്ട് മുട്ടി. എന്നല്ലടാ പോത്തെ വാതിൽ മുട്ടാൻ. ഞാൻ തന്നെ അല്ല മുട്ടണം ഞാൻ പുറത്തുനിന്ന് നാളെ കൊണ്ടുവരാം. പോടാ. വെളുക്കാൻ തേച്ചത് പാണ്ടായോ? നീ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയത് ഇത് കൊളാവുന്നു. എടാ നിനക്കെന്താ പ്ലാൻ ചെയ്താ പോരല്ലോ? അയ്യോ എന്റെ അമ്മായിപ്പനല്ലേ ഓടുന്നു. അച്ഛാ അച്ഛാ, ഞാനാ ഹരി. എടാ മോനെ ഹരി, നീയായിരുന്നോ? എടാ ഇവിടെ യുദ്ധത്തിനിടയ്ക്ക് ചത്തുപോയതോ പട്ടാളക്കാരുടെ പ്രേതമുണ്ടാ. അക്കടെ കയ്യിൽ AK-47 ഉണ്ട്. നെഞ്ചത്ത് തുള വീഴണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ട. അയ്യോ അച്ഛാ, അത് ഞങ്ങളൊന്ന് പടക്കം പൊട്ടിച്ചതാ. പടക്കോ? അതെ, ആ അമ്മാവ വരുന്ന കൊണ്ട് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ വെച്ച് ഞങ്ങൾ മാലപ്പടം പൊടിച്ചതാ. അച്ഛനെ ഒന്ന് ചെറുതായിട്ട് സ്വീകരിക്കാൻ വേണ്ടി. സ്വീകരിക്കാൻ വേണ്ടി. അത് ശരി, എന്നെ സ്വീകരിക്കാൻ വേണ്ടിട്ട് മക്കള് പടക്കം പൊട്ടിച്ചതാ. അച്ഛാ അമ്മാവ കൂടി കുട്ടമ്മാവ. ഇതുവരെ കഴിഞ്ഞില്ലേ? എടാ ഹരി, നീ എന്റെ മോളെ വിദേശത്ത് പറഞ്ഞു വിട്ടിട്ട് നീ ഇവിടെ സുഖിക്കുന്നോ? പിടിവിടരുത്. അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം, അവളെ പണിക്ക് വിട്ടിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. അവൾ ഇതുവരെ അധ്വാനിച്ചെന്ന് 1 രൂപ പോലും ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. അതറിയോ? അവൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി അവളെ വിദേശത്തേക്ക് പറഞ്ഞയച്ചാ എനിക്ക് ഇങ്ങനെ തന്നെ വേണം അച്ഛാ, എനിക്ക് ഇങ്ങനെ തന്നെ വേണം. എടാ മോനെ ഹരി, എടാ ഞാൻ ആ സമയത്ത് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയേണ്ടിയില്ലായിരുന്നു. എടാ എല്ലാം മറന്ന് നിങ്ങളുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയാണ് അച്ഛൻ വന്നത്. സന്തോഷമായി അച്ഛാ, സന്തോഷമായി. ഞങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തല്ലോ. മോളെ കാണാൻ പറ്റിയില്ലെങ്കിൽ മോനെ കാണാൻ പറ്റിയല്ലോ. തൃപ്തിയായിടാ, തൃപ്തിയായി. ഒരു കാര്യം ചെയ്യ്, മോളിനി അടുത്ത പ്രാവശ്യം വരുമ്പോ രണ്ടാളും കൂടെ വീട്ടിലേക്ക് എന്നാ ഞാൻ പോട്ടെ. അയ്യോ അച്ഛാ പോലെ. അച്ഛനില്ലാതെ വളർന്ന എനിക്ക് ദൈവം കൊണ്ടെത്തുന്ന അച്ഛനാണ് അച്ഛാ ഈ അച്ഛൻ. നമുക്ക് ഈ ക്രിസ്മസ് ഒരുമിച്ച് ആഘോഷിക്കാം. മകളില്ലാത്ത ദുഃഖം ഈ മകൻ മാറ്റി തരട്ടെ, ഈ മകൻ മാറ്റി. അച്ഛനും മോനും ഒന്നായല്ലോ. നമ്മന് പുട്ടും പഴം കയറ്റില്ല നമുക്ക്. പോയി പപ്പടം. സത്യം പറഞ്ഞ ഇതുവരെ മോനെ ശരിക്കൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. അതിനെന്താ അമ്മാവ, നമുക്കിപ്പോ പരിചയപ്പെടാലോ. നമ്മളും അച്ഛനെ ശരിക്കൊന്നും പരിചയപ്പെട്ടില്ലല്ലോ ഇത്.
സത്യത്തിൽ മോന് ദുബായിൽ എന്താ ജോലി? കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ അല്ല, കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ അല്ലേ? അമ്മാവാ, ഈ പാം ഐലൻഡ് കേട്ടോ? പാം ഓയിൽ എന്ന് കേട്ടിട്ടുണ്ട്. പാം ഓയിൽ അല്ല, പാം ഐലൻഡ് ദുബായിലെ ഒരു ഈന്തപ്പഴത്തിന്റെ ഷേപ്പുള്ള ഒരു ഐലൻഡാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒട്ടകത്തിന്റെ ഷേപ്പുള്ള ഒരു ഐലൻഡ് ഉണ്ട്. അതാരുണ്ടാക്കി? അപ്പോ മോന് നല്ല പഠിപ്പൊക്കെ കാണുമല്ലേ? പിന്നെ ITI വരെ പഠിച്ചു. ITI അല്ല, IIT. ഇവൻ 38 സപ്ലിയോട് കൂടി പാസ്സായ ആളാ. ഈ IIT-ലൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിരിക്കും അല്ലേ? ഇവൻ ഈ കാണുന്ന പോലെ ഒന്നല്ല, ക്ലാസ് ടോപ്പർ. ഈ ബെർമുഡ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചത് ആരാ? ഇവനല്ലേ? ഓ, കേട്ടിട്ടുണ്ട്. ബർമുഡ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഏത്? ആ പഴം കയറ്റിയപ്പോഴോ? നാട്ടിലെ ചില തെണ്ടികൾ പറയുക ഇവന് ദുബായിൽ വാർക്കപ്പടിയാണെന്ന്. നാട്ടുകാര് തെണ്ടികൾക്ക് എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കാൻ പറ്റാത്ത. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എൻ്റെ മോൾക്ക് തെറ്റ് പറ്റില്ല. കാരണം എന്താ? അവളെ എൻ്റെ മോള, എൻ്റെ ബുദ്ധിയാ. വേണ്ട, വെറുതെ വെള്ളം ഒഴിച്ചാൽ അതിനെ പരിശുദ്ധ കളയല്ലേ. എങ്ങോട്ട് കൊണ്ടോ. മാവാ, നല്ല കാച്ചാണല്ലോ. കഷ്ടം. ഇത് എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി നീയൊക്കെ വാങ്ങി വെച്ചതല്ലടാ. ഞാൻ തന്നെ അടിച്ചോളാം കേട്ടോ. എന്തിനാച്ചാ പറയുന്നത്? എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലടാ. ശരിയാ, നമ്മൾ അമ്മേനെയും കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. അയ്യോ, അമ്മാവൻ അവളെന്ന് പരാമർശിച്ചത് അമ്മായിനെയല്ല, അത് രമണി ചേച്ചിയെ. അല്ലെങ്കിൽ വെള്ളടിച്ചാൽ അമ്മാവന് ഭയങ്കര ആരാമാവായി രമണി ചേച്ചി? എടാ, നിനക്ക് മനസ്സിലായില്ലേ? എടാ, നിനക്ക് ജനിക്കാതെ പോയി അമ്മായിമ്മയാടാ അമ്മായിമ്മ അല്ലേ മാവ? ഇതൊരു നഷ്ടപ്രണയാണ്. ഷാജഹാനും മുംതാസും പോലെ, ലൈലയും മജ്നുവും പോലെ, കാഞ്ചരി മൊയ്തീനും പോലെ, ടുട്ടൂസും ഷാലും പോലെ. ഈ കാര്യം അമ്മായിക്കറിയാം. അവക്ക് ഇതൊന്നും അറിയില്ല. നിങ്ങളായിട്ട് ഇതൊന്നും അവളുടെ അടുത്ത് പോയി പറയാതിരുന്നാ മതി. ഞങ്ങളായിട്ട് ആരെയും അറിയിക്കില്ല. പക്ഷെ അമ്മാവന് കുപ്പി സ്പോൺസർ ചെയ്യണം. എന്ത് വേണേലും ചെയ്യാം. കഷ്ട 500. എന്തായാലും പോവല്ലേ, ഒരു എനർജിക്ക് ആ കുപ്പി തന്നെ. കേരളം കുടിച്ചു തീർത്തു. മിച്ചർ പോയിട്ടാ. കൊള്ളാം. എന്തായാലും വന്നതല്ലേ, അകത്ത് ആൾക്കാരുണ്ട്, എന്തായാലും കിട്ടാതിരിക്കില്ല. പിന്നെ അതിലൊരു കിളവനുണ്ട്. അല്ലെങ്കിൽ പൂത്ത കാശ. അടുത്ത ക്രിസ്മസിന് കാണാം. ഓണത്തിന് ഇയാൾ തന്നെയല്ലേ വരുന്നത്? കുടവയറൊക്കെ ഉണ്ടല്ലോ. എന്നെയാണോ? എന്തിനാ? ഓ, ക്രിസ്മസ് ഗിഫ്റ്റ് തരാനാ? തന്നു. നല്ല കനത്തിൽ തന്നെ ആയിക്കോട്ടെ. എന്താ സാന്റ, കില്ലർ സാന്റ.
നാസറ അവനെ വിളിക്കണ്ട. അതെന്താ? എടാ അവനെ തട്ടിയടാ. അപ്പൊ കുപ്പി കുപ്പിന്റെ ആ അമ്മാവാ സഞ്ചിയിൽ എന്തോ ഉണ്ട് എന്നാ തോന്നുന്നത്. ഇത് വെച്ചിട്ടാണ് അവൻ ആളെ കൊല്ലുന്നത്. ഇത് വെച്ച് ആണി മറച്ച ആണിക്ക് കിക്കിളിയാവും. എടാ അവൻ ആ ചുറ്റി കെറിയോടെ നീ കൊള്ളൂ. എന്റെ അമ്മാവനെ തൊടുന്നതിന് മുന്നേ ഇവിടെ വാടാ. അയ്യോ അമ്മാവാ. അമ്മാവനും പോയി. ക്രിസ്മസ് പൂപ്പ, ക്രിസ്മസ് പൂപ്പ പ്ലീസ്. മക്കളും കൊച്ചുമക്കളൊക്കെ എന്താ പിള്ളേരെ തൊടുന്നോടാ. അമ്മാവൻ എന്ന് വിളിപ്പേരുള്ള അർണക്കുളം കരുണാകരന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ധീരതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. കില്ലർ സാൻഡയെ അതിസാഹസികമായി കീഴ്പ്പെടുത്തിയതിനാണ് കരുണാകരന് ധീരതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അരണക്കുളം കരുണാകരന്റെ മരുമകനും കൂട്ടുകാരും ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. അർണക്കുളം കരുണാകരന് ധീരതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഒരു റിയാക്ഷൻ? എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം, അല്ലാണ്ട് എന്ത് പറയാനാ? എന്റെ അമ്മാച്ചനാ, എന്റെ സ്വന്തം അമ്മാവൻ. എന്റെ അമ്മാവനെ പോലെയാണ് നമ്മള്. ഒരുപാട് സന്തോഷം. അച്ഛൻ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അമ്മാവന് ജീവിതത്തിൽ ഒരു അവാർഡ് കിട്ടുന്ന എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ധീരതയ്ക്കുള്ളതായിരിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വീണ്ടും ഇങ്ങനെ ഒരു ആക്രമണം വന്നാൽ അമ്മാവന് ധൈര്യത്തോടെ അത് നേരിടാൻ കഴിയുമോ? ഇനി ഇങ്ങനെ ഒന്നല്ല 100 ആക്രമണം വന്നാലും നേരിടാൻ സജ്ജനാണ് ഞാൻ. പോരെ. ആ സീരിയൽ കില്ലർ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട വാർത്തയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? പ്രതികരിക്കുന്നത് ഞാൻ ശക്തമായി തന്നെ പ്രതികരിക്കും. ഒന്നുകൂടെ പറയൂ, ഞാൻ കേട്ടില്ല. അതായത് ആ സീരിയൽ കില്ലർ ഇന്നലെ ജയിൽ ചാടിയല്ലോ. മാത്രമല്ല ജയിലിൽ വെച്ച് താങ്കളെ വകവരുത്താൻ ഉദ്ദേശമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സഹതടവുകാരോട് പറഞ്ഞതായും കേൾക്കുന്നുണ്ട്. ഇതിനോടൊക്കെ താങ്കളുടെ പ്രതികരണം എന്താണ്? താങ്കൾക്ക് പേടിയുണ്ടോ? ഇനിയും ആ സീരിയൽ കില്ലർ മുൻപിൽ വന്ന് നിന്നാൽ താങ്കൾക്ക് പിടിക്കാനുള്ള ധൈര്യമുണ്ടോ? താങ്കൾ ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു? കുട്ടിയുടെ പേരെന്തായിരുന്നു? സോറി പെങ്ങളെ, തലയ്ക്ക് സുഖമില്ലാത്ത